എന്റെ സ്വപ്നത്തിലെ ആരാമത്തിൽ ഒരു മുട്ടു കരിഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ ചാമ്പൽ വീഴും. ഹരിദാസ്, കിഴക്കുംപാട്ട്. കുഞ്ഞുമാളോ, വേഗം ചായക്ക് വെള്ളം വെക്കൂ. പരീക്ഷ കഴിഞ്ഞിട്ട് നീ എന്താ ഇത്ര താമസേ? ചങ്ങാതിമാരൊക്കെ പല ദിവസം കെട്ടാണ് പിരിഞ്ഞത്. 4 ദിവസം വെറുതെ കൂടി, ഒരു രസത്തിന് വേണ്ടി. ഇനി എപ്പോഴാ അവരൊക്കെ കാണാൻ പറ്റുന്ന അറിയില്ലല്ലോ. ഞാൻ വിചാരിച്ചു ഹരിദാസിന് അപ്പമാവിന്റെ ഇടയ്ക്ക് സർക്കിട്ട് അടിക്കുകയാണോ. കത്തുണ്ടായിരുന്നു, സമയമുണ്ടല്ലോ, പിന്നെ എപ്പോഴെങ്കിലും പോകാം. പലഹാരം എടുക്കട്ടെ? പിന്നെ മതി. മീനാക്ഷി എവിടെ പോയി? ശ്രീകരം. മധുരമുണ്ട്. എന്താ? ചായക്ക്. മുരിങ്ങയുടെ ഇല കിട്ടിയോ? അത് അവന് ഇഷ്ട. പരിപ്പിട്ട് വെച്ചോളൂ. മത്തനും ചേന അവന് ഇഷ്ടമില്ല. പിന്നെ കുഞ്ഞുമാള്, പണി കഴിഞ്ഞ അവന്റെ മുഷിഞ്ഞതൊക്കെ തിരുമ്പി ഇട്ടോളൂ. കോണിച്ചോട്ടിലുണ്ട്. മലരേ മാതള മലരേ, മദനൻ മധുപൻ മുരളീലോലൻ മധുരം നുകരാൻ വരവായി, നിന്നെ മാറോടു ചേർക്കാൻ വരവായി. മലരേ മാതള മലരേ, മലരേ മാതള മലരേ. ഒക്കെ ഒരു പുകയാണ് കുട്ടി, പുക മറ, പുകമറ. ഭാഗത്തെ കാണാൻ പോകാറില്ലേ ആശാൻ? വേഗം വരുന്നുണ്ടോ നീ? ഇവിടെ ഇരിക്കു കുട്ടി. ഏടത്തി പ്രസവിക്കാൻ വരുന്നുണ്ട് നാളെ. ഇത് 3ാമത്തെയാ. ഏടത്തിയും കുട്ടികളും ഏട്ടനും വന്നാ പിന്നെ വീട്ടുപണി എടുത്ത് എന്റെ എല്ലാം ഉള്ളും മുറുങ്ങും. കിഴക്കുംപാട്ട് പണി ജാസ്തിയുണ്ടോ? തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. വന്നവരുടെ ഹിതവും പ്രിയവും എന്താന്ന് അറിയില്ല. ചേട്ടത്തിക്ക് ഇക്കുറത്തെ പ്രസവം ഒത്തിരി ബുദ്ധിമുട്ടാവൂത്രേ. കുട്ടികൾ രണ്ടും എപ്പോഴും എന്റെ കൂടെ തന്നെ ആവും. എന്ത് വികൃതി ക്ലേശുണ്ടോ? ഏട്ടനാച്ചാൽ നാഴികയ്ക്ക് 40 വട്ടം എന്നെ വിളിക്കും. അമ്മണിക്കിപ്പോ ആലോചനയൊന്നും വരുന്നില്ലേ? അച്ഛനെ പിടിച്ചാൽ ജാതകം ചേരില്ല. ചേരുന്ന ജാതകത്തിന്റെ ആൾക്കാരെ ശരി ബോധിക്കൂല. കുട്ടിശങ്കരന്മാന്റെ വർത്താനം എന്തൊക്കെയാ? വീട്ടിലിരിക്കില്ല. ചോറ് കിട്ടുന്നിടത്തൊക്കെ തെണ്ടി നടക്കുക തന്നെ. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്റെ ജോലി ശരിയായാൽ അമ്മ അങ്ങോട്ട് പോരും. അപ്പൊ ഇവിടെയാ? അച്ഛനായൊരു തോട്ടം നോക്കട്ടെ. അമ്മ ഇവിടെ തനിച്ചു നിന്നിട്ട് എന്താ കാര്യം? ഒരു സൂക്കട് വന്ന അടുത്തൊരു ഡോക്ടർ കൂടി ഇല്ല. വിളിച്ചാ കേക്കണിടത്തല്ലേ അച്ഛനായര്? അമ്മ ഒരാൾക്ക് വേണ്ടി
ഒരു പണിക്കാരി, ചെറുമി, ജോലിക്കാര്, വീട് പൂട്ടി പോന്ന പറമ്പെന്നുള്ള ആദായം മുഴുവൻ ലാഭ. കിടക്കൊക്കെ കുടഞ്ഞു വിരിച്ചിട്ടില്ലേ? അമ്മ പോയി കിടന്നോളൂ. യാത്ര കഴിഞ്ഞതല്ലേ, നേരത്തെ ഉറങ്ങിക്കോ. ഭാഗവതരുടെ പാട്ട് ഇപ്പോഴും കേൾക്കുന്നുണ്ടല്ലോ. രാത്രി അതിന് ഉറക്കില്ല എന്നാ തോന്നണേ. നമ്മുടെ ദേശക്കാർക്കൊക്കെ സംഗീതത്തിൽ വലിയ താല്പര്യമായി കാണും അല്ലേ അമ്മേ? സംശയമുണ്ടോ? വടക്കേ ഇന്ത്യയിലും മറ്റും പോയി സംഗീതം പഠിച്ചു വന്ന ആളല്ലേ. നമ്മുടെ നാട് ഏതായാലും കൊള്ളാം. എന്റെ കൂട്ടുകാരോട് ഞാൻ പറയാറുണ്ട്, ആൽത്തറയിൽ നാണുവാശാന്റെ കവിത, പക്ഷപാതം ബാധിച്ച സുപ്പുക്കുട്ടി ഭാഗവതരുടെ സംഗീതം, വിചിത്ര കഥാപാത്രങ്ങൾ അല്ലേ അമ്മേ? ശരിയാ മോനെ, നിന്റെ അച്ഛനും പറയാറുണ്ടായിരുന്നു ഈ അമ്പലവട്ടത്തിന്റെ ഐശ്വര്യം ഒന്ന് വേറെ തന്നെയാണെന്ന്. മുത്തശ്ശി പറയായിരുന്നു, ഇവിടുത്തെ തേവരും മോശമില്ല അന്ന്. രാത്രി 3-4 സ്ഥലത്ത് സർക്കിട്ട് കഴിഞ്ഞ് രാവിലെയാണ് അത്ര എത്തുക. വേണ്ടാത്തോരൊന്നും പറയണ്ട. പെണ്ണ് വെള്ളം കൊണ്ടുവച്ചിട്ടില്ലേ? നേരത്തെ കിടന്നോ. കുഞ്ഞുമാളോ, ഒന്നുകൂടി കോണിയാറ്, എനിക്ക് വയ്യ. ഹരിദാസിന് മുകളിൽ ലോട്ടയിൽ വെള്ളം കൊണ്ടുവയ്ക്കണം കിട്ടോ. ചുക്കളല്ല, പച്ചവെള്ളം. പലഹാരത്തിന് അരി വെള്ളത്തിലിട്ടോ കുഞ്ഞുമാളു? അവൻ ഉറങ്ങിയോ? വെളിച്ചുണ്ടെന്നാ തോന്നണേ. പരീക്ഷ കഴിഞ്ഞാലും പിന്നെന്തിനാ വായിക്കണേ? അവന് കണ്ണ് കണ്ടത് കുത്തി കുറിക്കുക, വായിക്കുക, അല്ലാണ്ട് വേറെ പണിയുണ്ടോ? പാവം. കുഞ്ഞുമോളെ, ഇങ്ങോട്ട് വരൂ, തിരക്കുണ്ട്, ഒന്ന് ഓടുക. ഇത്രത്തോളം ഇത് നോക്കെ, ഭംഗിയുണ്ടോ? ഏട്ടൻ വാങ്ങിച്ചു തന്നതാ. സ്വർണ്ണല്ല, കണ്ടാ സ്വർണം പോലെ തോന്നും. കോയമ്പത്തൂർക്ക് വാങ്ങിയതാത്രേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അടുക്കള പണിയുടെ തിരക്കാ. അമ്പലത്തിലേക്കൊന്നും കണ്ടില്ലല്ലോ. പുറത്താ, ഇന്നും 3. ഹരിദാസനില്ലേ? ഉണ്ട്. എപ്പോഴും മുറിയിലിരുന്ന് വായനയാ. ഏടത്തേക്ക് എണ്ണിക്കാനും നടക്കാനും വയ്യ. കുട്ടികൾ കടന്ന് പെര പൊളിച്ചാലും ഏട്ടൻ കമാനൊരക്ഷരം മിണ്ടില്ല. ഞങ്ങൾ ചെനക്കുന്നത്ത് താലപ്പൊലിക്ക് പോകുന്നുണ്ട്. ഏട്ടൻ എന്നോടും പോരാൻ പറഞ്ഞു. നീ വരുന്നോ? അയ്യോ, ഞാനില്ല. ഹരിദാസന്റെ അമ്മയോട് ഞാൻ പറയാം. അയ്യോ വേണ്ട, ഞാൻ പോന്നു കേട്ടോ. ഭാര്യത്ത് പോയിട്ട് പാല് ഏൽപ്പിക്കണം എനിക്ക്.
അയ്യോ അമ്മേ, എന്താടി? എന്താ? എന്റെ കാലുമിൽ എന്തോ ചാടി. വലിയാവും. ആ നെല്ലും പൊത്തായതിന്റെ പൊത്തടയ്ക്കാൻ ഞാൻ അച്ഛനാരോട് എത്രയായി പറയണു. തെക്കേ മുറിയിൽ എലിയുടെ ശല്യം ഉണ്ടോ മോനെ? ഏയ് ഇല്ല. ഇന്നലെ ആ പെണ്ണിന്റെ കാലുവിൽ എന്തോ ചാടിയത്രേ. സംവിധാനം മധു. സിന്ദൂരത്തിൽ പോകണം പോരുന്നോ? ഞാൻ പോണുണ്ട്. രാത്രി മുറിയിൽ വരണം. മൂന്നാമത്തെ കോണിപ്പടി ഇളകും, സൂക്ഷിക്കണം. പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതീ തന്നിൽ വീണാനക്ഷമനായിട്ടവൻ രക്ഷോനായകൻ പിന്നെ ലക്ഷ്മിദേവിയെയും കൊണ്ടക്ഷതാ ചിത്തത്തോടും ദക്ഷിണാദിക്ക് നോക്കി. നീ എന്തേ വരാഞ്ഞത്? വരണം. എന്റെ ഭഗവാനെ,